നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ PSC പുതിയതായി പ്രസിദ്ധീകരിച്ച PSC ബുള്ളറ്റിൻ്റെ 25,000 കറണ്ട് അഫയേഴ്സ് ആൻഡ് GK ബുക്സിലെ 2023 ജനുവരി കറണ്ട് അഫയേഴ്സിലെ 4ാമത്തെ പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ 3 ക്ലാസ്സുകളിലെയും കറണ്ട് അഫയേഴ്സ് വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കേട്ട് പഠിച്ചതിന് ശേഷം ഈ 4ാമത്തെ പാർട്ട് കൂടി പഠിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. എത്രാമത്തെ പ്രാവശ്യമാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ പ്രധാനമന്ത്രിയായത്? എത്രാമത്തെ പ്രാവശ്യമാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ പ്രധാനമന്ത്രിയായത്? 6ാമത്തെ. എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന രാജ്യത്തിലെ ആദ്യത്തെ ജില്ല. എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന രാജ്യത്തെ ആദ്യ ജില്ല വയനാട്. ഏകദിന ക്രിക്കറ്റിൽ 300 റൺസ് വ്യത്യാസത്തിൽ വിജയിക്കുന്ന ആദ്യ ടീം. ഏകദിന ക്രിക്കറ്റിൽ 300 റൺസ് വ്യത്യാസത്തിൽ വിജയിക്കുന്ന ആദ്യ ടീം ഇന്ത്യ. ഏകദിനത്തിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന 5ാമത്തെ ഇന്ത്യൻ താരം. ഏകദിനത്തിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന 5ാമത്തെ ഇന്ത്യൻ താരം ശുഭ്മൻ ഗിൽ. ഏത് ബഹിരാകാശ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് വാൾട്ടർ കണ്ണിങ്ഹാം ബഹിരാകാശ യാത്ര നടത്തിയത്? ഏത് ബഹിരാകാശ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് വാൾട്ടർ കണ്ണിങ്ഹാം ബഹിരാകാശ യാത്ര നടത്തിയത്? അപ്പോളോ 7. ഈ വാൾട്ടർ കണ്ണിങ്ഹാമിൻ്റെ കാര്യം നമ്മൾ ജനുവരിയിൽ കറണ്ട് അഫയേഴ്സിൽ പറഞ്ഞതിൽ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 2023 ജനുവരിയിൽ അന്തരിച്ച അമേരിക്കക്കാരനായ ബഹിരാകാശ സഞ്ചാരിയാണ് വാൾട്ടർ കണ്ണിങ്ഹാം. അദ്ദേഹത്തിൻ്റെ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. ഏത് ബഹിരാകാശ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് വാൾട്ടർ കണ്ണിങ്ഹാം ബഹിരാകാശ യാത്ര നടത്തിയത്? ഏത് ദൗത്യത്തിൻ്റെ ഭാഗം? അപ്പോളോ 7. ഏത് മലയാള സാഹിത്യകൃതികളുടെ ഇംഗ്ലീഷ് വിവർത്തനമാണ് R.E. ആഷറെ ശ്രദ്ധേയനാക്കിയത്? ഏത് മലയാള സാഹിത്യകൃതികളുടെ ഇംഗ്ലീഷ് വിവർത്തനമാണ് R.E. ആഷറെ ശ്രദ്ധേയനാക്കിയത്? വൈക്കം മുഹമ്മദ് ബഷീർ. കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എന്ന പുസ്തകം രചിച്ചത്? കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എന്ന പുസ്തകം രചിച്ചത് ശ്രീകുമാരൻ തമ്പി. ശാസ്ത്ര സാമൂഹിക മേഖലകളിലെ കൈരളി പുരസ്കാരത്തിന് അർഹനായ കാനഡ മാക്മാസ്റ്റർ സർവകലാശാലയിലെ പ്രൊഫസർ സലീം യൂസഫ്. ശാസ്ത്ര സാമൂഹിക മേഖലകളിലെ കൈരളി പുരസ്കാരത്തിന് അർഹനായ കാനഡ മാക്മാസ്റ്റർ സർവകലാശാലയിലെ പ്രൊഫസർ സലീം യൂസഫ്. കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം? കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം മെയ് 17. കടൽമാർഗം പാഴ്സലുകളും മെയിലുകളും എത്തിക്കുന്നതിന് ഇന്ത്യ പോസ്റ്റ് ആരംഭിച്ച സംവിധാനം? കടൽമാർഗം പാഴ്സലുകളും മെയിലുകളും എത്തിക്കുന്നതിന് ഇന്ത്യ പോസ്റ്റ് ആരംഭിച്ച സംവിധാനം തരംഗ് മെയിൽ സർവീസ്. സർ ഗാർഫീൽഡ് സോബേഴ്സ് ട്രോഫി നേടിയത്? സർ ഗാർഫീൽഡ് സോബേഴ്സ് ട്രോഫി നേടിയത് ബാബർ അസം. സമഗ്ര സംഭാവനയ്ക്ക് കൈരളി ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയത്? സമഗ്ര സംഭാവനയ്ക്ക് കൈരളി ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയത് M. ലീലാവതി, ഡോക്ടർ A. അജയ് ഘോഷ്, പ്രൊഫസർ M.A. ഉമ്മൻ. M. ലീലാവതി, ഡോക്ടർ A. അജയ് ഘോഷ്, പ്രൊഫസർ M.A. ഉമ്മൻ. സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന ഏത് ഏഷ്യൻ രാജ്യമാണ് സൈനിക ശക്തി വൻതോതിൽ കുറയ്ക്കാൻ തീരുമാനിച്ചത്? സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന ഏത് ഏഷ്യൻ രാജ്യമാണ് സൈനിക ശക്തി വൻതോതിൽ കുറയ്ക്കാൻ തീരുമാനിച്ചത്? ശ്രീലങ്ക. ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ കേരള പോലീസ് 2023 ആരംഭിക്കുന്ന പദ്ധതി? ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ കേരള പോലീസ് 2023 ആരംഭിക്കുന്ന പദ്ധതി ഓപ്പറേഷൻ ആഗ്. സജി ചെറിയാൻ്റെ ചുമതലയിലുള്ള വകുപ്പുകൾ? സജി ചെറിയാൻ്റെ ചുമതലയിലുള്ള വകുപ്പുകൾ ഫിഷറീസ്, സാംസ്കാരികം, യുവജനകാര്യം. ഗുജറാത്തിലെ കെവേഡിയ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര്? ഗുജറാത്തിലെ കെവേഡിയ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് ഏകതാ നഗർ. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് BBC തയ്യാറാക്കിയ ഏത് ഡോക്യുമെൻ്ററി സംബന്ധിച്ചാണ് വിവാദമുണ്ടായത്? ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് BBC തയ്യാറാക്കിയ ഏത് ഡോക്യുമെൻ്ററി സംബന്ധിച്ചാണ് വിവാദമുണ്ടായത്? ഇന്ത്യ ദ മോദി ക്വസ്റ്റ്യൻ. ഇന്ത്യ ദ മോദി ക്വസ്റ്റ്യൻ. സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യുന്നതിനായി രക്ഷിതാക്കൾക്കായി മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ ആപ്പ് വിദ്യാവാഹൻ.
സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യുന്നതിനായി രക്ഷിതാക്കൾക്കായി മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ ആപ്പ് വിദ്യാവാഹൻ. സ്കൂളുകളിൽ തദ്ദേശീയ ഗെയിംസുകൾ അവതരിപ്പിക്കുന്നതിന് സർക്കാർ ഒരുക്കുന്ന സംരംഭം. സ്കൂളുകളിൽ തദ്ദേശീയ ഗെയിംസുകൾ അവതരിപ്പിക്കുന്നതിന് സർക്കാർ ഒരുക്കുന്ന സംരംഭം ഭാരതീയ ഗെയിംസ്. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ പാഠ്യപദ്ധതി ചട്ടക്കൂട് രൂപകൽപ്പന ചെയ്യാൻ സർക്കാർ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ പാഠ്യപദ്ധതി ചട്ടക്കൂട് രൂപകൽപ്പന ചെയ്യാൻ സർക്കാർ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ സുരേഷ് ദാസ്. ചന്ദ്രശേഖർ ആസാദിൻ്റെ സ്മരണയ്ക്കായി ഉത്തർപ്രദേശിൽ മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല. ചന്ദ്രശേഖർ ആസാദിൻ്റെ സ്മരണയ്ക്കായി ഉത്തർപ്രദേശിൽ മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല ഉന്നാവു. ചീഫ് മിനിസ്റ്റേഴ്സ് ഡയറി നമ്പർ 1 എന്ന പുസ്തകം രചിച്ചത്. ചീഫ് മിനിസ്റ്റേഴ്സ് ഡയറി നമ്പർ 1 എന്ന പുസ്തകം രചിച്ചത് ഹിമന്ത ബിശ്വ ശർമ്മ. ജസീന്ത ആർഡൻ രാജിവെച്ചതിനെ തുടർന്ന് ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് ക്രിസ് ഹിപ്കിൻസ്. മേരിലാൻഡ് ലഫ്റ്റനന്റ് ഗവർണറായി ചുമതലയേൽക്കുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ. അരുണ മില്ലർ. സെൻട്രൽ ഡിറ്റക്റ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി തറക്കല്ലിട്ട സ്ഥലം. സെൻട്രൽ ഡിറ്റക്റ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി തറക്കല്ലിട്ട സ്ഥലം ദേവനഹള്ളി. ഹെക്കാഷെപ്സ് എന്ന പേരുള്ള ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മമ്മി കണ്ടെത്തിയത് ഏത് രാജ്യത്താണ്? ഈജിപ്ത്. മൈക്കൽ ജാക്സന്റെ ജീവിതം പ്രമേയമായി ഇറങ്ങുന്ന സിനിമ സൈക്കിൾ. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റ് പുരസ്കാരത്തിന് അർഹനായത് എം. മുകുന്ദൻ. തെലങ്കാനയുടെ ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റ ആദ്യ വനിത ശാന്തികുമാരി. നോട്ടു നിരോധനം ശരിവച്ച ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയോട് വിയോജിച്ച് പ്രത്യേക വിധിന്യായം എഴുതിയ ഭരണഘടനാ ബെഞ്ചിലെ ഏക വനിതാ അംഗം ബി. നാഗരത്ന. ബേപ്പൂരിൽ സ്ഥാപിതമാകുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മാരകം ആകാശമിഠായി. ലോകത്തിലാദ്യമായി സ്ഥാപിക്കപ്പെട്ട വനിതാ ക്രിക്കറ്റ് താരത്തിൻ്റെ പ്രതിമ ബെലിൻഡ ക്ലർക്ക്. ഓസ്ട്രേലിയൻ ക്രിക്കറ്ററായ ബെലിൻഡ ക്ലർക്ക്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിനിൽ നിയമിക്കപ്പെട്ട ആദ്യ വനിതാ ഓഫീസർ ക്യാപ്റ്റൻ ശിവ ചൗഹാൻ. വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ വേദി ദാവോസ്, സ്വിറ്റ്സർലൻഡിലെ ദാവോസ്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ കണക്ക് പ്രകാരം 2022 ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നഗരം. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ കണക്ക് പ്രകാരം 2022 ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നഗരം ന്യൂഡൽഹി. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്തിന് ഇപ്രാവശ്യം അർഹനായത് സി രാധാകൃഷ്ണൻ. കേരളത്തിലെ ആദ്യത്തെ ലിക്വിഫൈഡ് CNG പ്ലാന്റുകൾ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ കൊച്ചുവേളി, ആലപ്പുഴ ജില്ലയിലെ ചേർത്തല. കോഴിക്കോട് നടന്ന 61ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായത് 1ാം സ്ഥാനം കോഴിക്കോട്, 2ാം സ്ഥാനം കണ്ണൂർ പാലക്കാട്, 3ാം സ്ഥാനം തൃശ്ശൂർ. കോവിഡ് മഹാമാരിക്കാലത്തെ സർക്കാർ അഴിമതിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് 2023 ജനുവരിയിൽ രാജിവെച്ച വിയറ്റ്നാം പ്രസിഡന്റ്. കോവിഡ് മഹാമാരിക്കാലത്തെ സർക്കാർ അഴിമതിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് 2023 ജനുവരിയിൽ രാജിവെച്ച വിയറ്റ്നാം പ്രസിഡന്റ് ന്യൂയൻ സുവാൻ ഫുക്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2022 ഭാഗ്യചിഹ്നം ആശ മൗഗ്ലി.
ഡൽഹി യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ മുഗൾ ഗാർഡൻ്റെ പുതിയ പേര്. ഡൽഹി യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ മുഗൾ ഗാർഡൻ്റെ പുതിയ പേര് ഗൗതം ബുദ്ധ സെൻറ്റിനറി ഗാർഡൻ. ഗൗതം ബുദ്ധ സെൻറ്റിനറി ഗാർഡൻ. ഡൽഹിക്ക് പുറത്ത് ആദ്യമായി കരസേനാ ദിനത്തിൽ കരസേനാ പരേഡ് സംഘടിപ്പിച്ചത് എവിടെയാണ്? ഡൽഹിക്ക് പുറത്ത് ആദ്യമായി കരസേനാ ദിനത്തിൽ കരസേനാ പരേഡ് സംഘടിപ്പിച്ചത് എവിടെയാണ്? ചെന്നൈ. ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പാക്കിയ രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായി കേരളത്തെ 2023 ജനുവരി 7 പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പാക്കിയ രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളത്തെ 2023 ജനുവരി 7 പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദ ഇന്ത്യ വേ ഏത് കേന്ദ്രമന്ത്രി രചിച്ച പുസ്തകമാണ്? ദ ഇന്ത്യ വേ ഏത് കേന്ദ്രമന്ത്രി രചിച്ച പുസ്തകമാണ്? എസ് ജയശങ്കർ. അപ്പോൾ ഇതോടുകൂടി PSC ബുള്ളറ്റിൻ്റെ പ്രസിദ്ധീകരിച്ച പുതിയ പുസ്തകത്തിലെ 2023 ജനുവരി കറണ്ട് അഫയേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. 4 പാർട്ടുകളിലായിട്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ വരുന്ന ദിവസങ്ങളിലായിട്ട് ഫെബ്രുവരി മുതലുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.